പഠിക്കുന്ന കലാലയത്തിലെ തന്നെ 4 ജീവനക്കാരെ നൃത്തം പഠിപ്പിക്കുകയാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ MA മോഹിനിയാട്ടം അവസാന വർഷ വിദ്യാർത്ഥിനിയായ സുഷമ. സുഷമയുടെ കൗതുകകരമായ നൃത്ത വിശേഷങ്ങളിലേക്ക്. സംസ്കൃത സർവകലാശാലയിലെ തന്നെ 4 ഉദ്യോഗസ്ഥകളെയാണ് സുഷമ നൃത്തം പഠിപ്പിക്കുന്നത്. സർവകലാശാലയിലെ എഞ്ചിനീയർ ബെറ്റി വർഗീസ്, ഓഫീസ് അസിസ്റ്റന്റുമാരായ ഷീജ ജോർജ്, MS സുനിത റാണി, PS മഞ്ജു എന്നിവരെയാണ് സുഷമ ഭരതനാട്യം പഠിപ്പിക്കുന്നത്. സെപ്റ്റംബർ മുതലാണ് ബെറ്റിയും ഷീജയും സുനിത റാണിയും മഞ്ജുവും നൃത്തപഠനം തുടങ്ങിയത്. 4 പേരും മുൻപ് നൃത്തം പഠിച്ചിട്ടില്ല. ഓഫീസ് സമയവും സുഷമയുടെ ക്ലാസ് സമയവും കഴിഞ്ഞ് വൈകിട്ട് 5 മുതൽ അരമണിക്കൂറാണ് പഠനം. ഇത് സൂചി പിടിക്കുന്ന സമയത്ത് നമ്മളെ കൈ ഇങ്ങനെ വിരലുകൾ വിട്ടുപിടിക്കരുത്, അടുപ്പിച്ച് തന്നെ പിടിക്കുക. മുദ്രകൾക്ക് എപ്പോഴും ബലം കൊടുത്ത് വേണം പിടിക്കാൻ. പത്മം പിടിക്കുമ്പോഴും ബലം കൊടുത്ത് പിടിക്കുക. പിന്നെ നേരം നോക്കുക. തുടക്കത്തിൽ 10 പേരാണ് നൃത്ത പഠനത്തിനുണ്ടായിരുന്നത്. അവസാനം പഠനം തുടർന്നത് 4 പേർ മാത്രമാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ സ്വദേശിനിയായ സുഷമ നാട്ടിലൊരു നൃത്ത വിദ്യാലയം നടത്തുന്നുണ്ട്. സുഷമയുടെ അമ്മ സുമലതയും അവിടെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട്. ശനിയും ഞായറുമാണ് നാട്ടിലെ ക്ലാസുകൾ. സാധാരണ കുടുംബത്തിലെ അംഗമായ സുഷമ പഠന ചെലവുകൾ കണ്ടെത്തുന്നത് നൃത്തം പഠിപ്പിക്കുന്നതിലൂടെയാണ്. ചേച്ചിമാർ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ ഒക്കെ അങ്ങനെ വയ്യായും കാര്യങ്ങളും പിന്നെ വീട്ടിലെ പ്രഷറും കാര്യങ്ങളെല്ലാം കൊണ്ട് അവര് നിർത്തിപ്പോയി. പിന്നീട് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവസാനം വരെ നിന്നത് ഇവരാണ്. ഒരാളെങ്കിലും ഒരാള് അവസാനം വരെ ഉണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ച് ഒരു നല്ലൊരു ഇതിലാക്കും എന്നുള്ളൊരു എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് അവസാനം വരെ കൂടെ നിന്നത് ഇവരാണ്. അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ നേടിക്കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്നുള്ളതിൽ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതിന് പിതാവിന് കൂലിപ്പണിയാണ്. 2 അനുജത്തിമാരും 1 അനുജനുമുണ്ട് സുഷമയ്ക്ക്. നൃത്തത്തിൽ PhD ചെയ്യണമെന്നാണ് സുഷമയുടെ ആഗ്രഹം. സർവകലാശാലയിലെ സുഷമയുടെ ശിഷ്യകളുടെ അരങ്ങേറ്റം കഴിഞ്ഞ ദിവസം കൂത്തമ്പലത്തിൽ നടന്നു. സുഷമയുടെ അധ്യാപനം എന്ന് പറഞ്ഞാൽ ശരിക്കും സുഷമ നല്ലൊരു ടാലന്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. നല്ല പേഷ്യൻസ് ഉണ്ട്. കാരണം ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഒരു വട്ടം ഒന്നും പറഞ്ഞു തന്നാലും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ പലവട്ടം അത് പറഞ്ഞു തന്ന് ചെയ്യിപ്പിച്ച് ഞങ്ങളെ ഇന്ന് ഈ അരങ്ങേറ്റത്തിന് സുഷമ തയ്യാറാക്കിയതിൽ സുഷമയ്ക്ക് ഒത്തിരി അഭിനന്ദനങ്ങളും ഒക്കെ നൽകുന്നു. ചെറുപ്പത്തിലൊക്കെ മനസ്സിൽ വെച്ചിരുന്ന ആഗ്രഹങ്ങളായിരുന്നു, അതൊക്കെ കൂട്ടിച്ചേർത്ത് സ്വപ്നമാക്കി മാറ്റിയത് ഇപ്പോഴാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതുകൊണ്ട് പുറത്തു പോയി സമയം കണ്ടെത്തണ്ട. പിന്നെ ഈ സുഷമയാണെങ്കിൽ നമ്മൾ എത്രയാണല്ലോ നമ്മൾ ചെല്ലാതിരുന്നാലും വിളിച്ചു കൂട്ടി വരൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ അഡാപ്റ്റ് ചെയ്യാൻ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. നൃത്തം പഠിപ്പിക്കുന്നതിലൂടെ പഠന ചെലവ് കണ്ടെത്തുകയാണ് സുഷമ. ദൂരദർശൻ ന്യൂസ്, കൊച്ചി.